നാരായണ നാരായണ. ശ്രീമന്നാരായണീയം ദശകം 42 ശകടാസുര മുക്തി തൊട്ടുള്ള കാര്യങ്ങൾ പറയാണ്. കദാപി ജന്മർക്ഷദിനേ തവ പ്രഭോ നിമന്ത്രിതജ്ഞാതിവധൂമഹീസുര മഹാനസസ്വാം സവിധേ നിധായ സാ മഹാനസാദൗ വവൃതേ വ്രജേശ്വരീ. പ്രഭോ കദാപി തവ ജന്മർക്ഷദിനെ നിമന്ത്രിത ജ്ഞാതി വധൂ മഹീസുര സാ വ്രജേശ്വരി ത്വാം മഹാനസ സവിധേ നിധായ മഹാനസാദൗ വവൃതേ. ഭഗവാനെ, ഒരിക്കൽ അങ്ങയുടെ ഒരു പക്കപ്പിറന്നാളിൻ്റെ ദിവസം യശോദ നന്ദഗോപൻ ഒരുമിച്ച് രണ്ട് പേരും കൂടിയിട്ട് തന്നെ ബ്രാഹ്മണരെ ക്ഷണിച്ചു. ഈ ഗോപികമാരെ അവരെയൊക്കെ എല്ലാവരെയും ക്ഷണിച്ചു. ഗോപന്മാരെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ടാവും. പിന്നെ ബന്ധുക്കളെയൊക്കെ ക്ഷണിച്ചു. എന്നിട്ട് യശോദയുടെ ഈ ഉണ്ണിയെ പരിചരിക്കുക എന്ന അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഉണ്ണി ഒരു പക്ഷേ മുല കൊടുത്തിട്ട് ഉറക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഉറക്കിയിട്ട് കിടത്തൽ അത് ഒരു വണ്ടിയുടെ അടുത്തായിപ്പോയി. അപ്പോൾ ആ വണ്ടിയുടെ അടുത്ത് കിടത്തിയപ്പോൾ അപ്പം ഉണ്ടായിരുന്ന ആ കുട്ടികളെ വിളിച്ചിട്ട് ഈ ഉണ്ണി ഉണർന്ന് നോക്കണം കേട്ടോ എന്ന് പറഞ്ഞ് ആ കുട്ടികളെ ഏൽപ്പിച്ചു. എന്നിട്ട് ഈ ജോലികളിൽ മുഴുകി. ബന്ധുക്കളെ ശുശ്രൂഷിക്കേ അതല്ലെങ്കിൽ പാചകപ്പരയിലോ ഏതായാലും വേണ്ടില്ല. ഏതായാലും വലിയൊരു വണ്ടിയുടെ അടുത്താണ് ഈ ഉണ്ണിയെ കിടത്തിയത്. നോക്കാൻ ഏൽപ്പിച്ചത് കുട്ടികളെയാണ്. പിന്നെ യശോദ പണികളിൽ മുഴുകി. തതോ ഭവൽ ത്രാണ നിയുക്ത ബാലക പ്രഭീതി സംക്രന്ദന സങ്കുല അരവൈ വിമിശ്രമശ്രാവി ഭവൽ സമീപത പരിസ്ഫുടദ്ദാരു ചടച്ചടാരവാം. തതഃ അതിനുശേഷം ഭവൽ സമീപത ഭവൽ ത്രാണ നിയുക്ത ബാലക പ്രഭീതി സംക്രന്ദന സങ്കുല അരവൈ വിമിശ്രം പരിസ്ഫുടദ്ദാരു ചടച്ചടാരവ അശ്രാവി. ഇങ്ങനെ അന്വയം. അപ്പം അതിനുശേഷം ഭഗവാന്റെ അടുത്ത് നിന്നിങ്ങനെ രക്ഷയ്ക്ക് വിനിയോഗിക്കപ്പെട്ടതായിട്ടുള്ള ഈ കുട്ടികൾ എന്തോ ശബ്ദം കേട്ടിട്ടും കണ്ടിട്ടും പേടിച്ച് നിലവിളിക്കുന്നത് പോലെ, അത് പേടിച്ച് നിലവിളിക്കുകയാണെന്നുള്ളത് കേട്ടാൽ മനസ്സിലാവും. കുട്ടികൾ ഒന്നിച്ച് കരഞ്ഞു. അതേപോലെ തന്നെ ഒപ്പം അനവധി മരക്കഷ്ണങ്ങൾ ഇങ്ങനെ വീണിട്ട് ഇങ്ങനെ ചിന്നിച്ചതിര ചട്ടച്ചട്ടാരവം അങ്ങനെ കടപടോച്ചങ്ങോട്ട് വീണ ഒരു അവസ്ഥ തോന്നി. അത് കേട്ടു. അപ്പം ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും വലിയ പേടിയായി. അപ്പോൾ തതസ്തത് ആകർണന സംഭ്രമ പ്രകമ്പി വക്ഷോജഭരാവ്രജാംഗന ഭവന്തമന്തർ ദദൃശു സമന്തതോ വിനിഷ്പദാരുമധ്യകം. അപ്പോൾ അവിടെ ഈ ശബ്ദം കേട്ടിട്ട് പരിഭ്രമിച്ച് ഓടിയെത്തി. എല്ലാവരും ഓടിയെത്തി. അപ്പോൾ യശോദയാണ് മുമ്പിൽ വരുന്നുണ്ടാവുക. യശോദയാവാം, രോഹിണിയാവാം, ഗോപികുമാരാവാം. ഏതായാലും എല്ലാവരും കൂടിയിട്ട് ഓടിയെത്തി. ആ സമയത്ത് ഈ പലതര ആഭരണങ്ങൾ ധാരാളമായിട്ട് എല്ലാവരും കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ശബ്ദം, ഇപ്പം പഞ്ചലമ്പാണച്ചാൽ അങ്ങനെയുള്ള ശബ്ദങ്ങൾ ഇവിടെ ഇപ്പോൾ പാദസരാവും സ്ത്രീകളാവുമ്പോൾ, അതല്ലെങ്കിൽ അരയിൽ ഒരു വട്ടം മണികൾ കെട്ടിയിട്ടുണ്ടാവും, അപ്പോൾ അതിൻ്റെ ആവാം. അല്ലെങ്കിൽ പല ആഭരണങ്ങൾ, പല ശബ്ദങ്ങൾ. അതേപോലെ തന്നെ ഈ ഗോപസ്ത്രീകൾ മറ്റേ വീടിൻ്റെ ഉള്ളിൽ പലതും പൊടിയുന്നതായിട്ട് ശബ്ദം കേട്ടു. അപ്പോൾ കുട്ടികളുടെ ഈ ഓട്ടോ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് കൂടിയിട്ടൊക്കെ ഉണ്ടാവാം. അതല്ലെങ്കിൽ ഈ ഉണ്ണിയുടെ കാലിലുള്ള മറ്റേ പഞ്ചിലമ്പായാലും വേണ്ടില്ല, അതല്ലെങ്കിൽ കയ്യിൻ്റെ മുകളിൽ തള അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, കാലിൻ്റെ മുകളിൽ തള വള ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കുറേശ്ശെ കിലിങ്ങാമ്പിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അതിൻ്റെ ശബ്ദങ്ങൾ. ഇതല്ലാതെ കണ്ടും ശബ്ദങ്ങൾ പലതും കേട്ടു. ചടചടാരവും മാത്രമല്ല, അപ്പം അതിൻ്റെ മുകളിൽ ചില ഭരണി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വീണ് പൊട്ടി. അതൊക്കെയാണ് ഉദ്ദേശിച്ചത്. അത്രയുള്ളൂ. ഏതായാലും അതൊക്കെ പൊടിയുന്ന ഈ ഭാവവും, അതേപോലെ തന്നെ ഈ മരങ്ങളിങ്ങനെ കഷ്ണമായിട്ട് വീണ് കിടക്കുന്നത്, അതിൻ്റെ മുകളിൽ ഇതും കൂടി കണ്ടു. ഇപ്പോൾ ഇതൊക്കെ കൂടി കണ്ടപ്പോൾ ആരായാലും ശരി നല്ലോണം പരിഭ്രമിക്കുക. കാരണം ഈ ഉണ്ണി അവിടെ അടുത്ത് കിടത്തിയിട്ടാണ് പോകുന്നത്. അതിൻ്റെ തൊട്ടടുത്തുള്ള വണ്ടിയാണ് അപ്പോൾ ഇങ്ങനെ പൊട്ടി തകർന്ന് കിടക്കണത്. അപ്പോൾ കുട്ടികളാച്ചാൽ പേടിച്ച് നിലവിളിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും പേടിയും. ശിശോരഹോ കിം അഭൂതിദ്രുതം പ്രധാവ്യനന്ദ പശുപാശ്ച ഭൂസുര ഭവന്തമാലോകേശോദയാധൃതം സമാശ്വസൻ ആശ്രുജല ആർദ്രലോചന.
നന്ദഃ പശുപാഃ ഭൂസുരാः ച അഹോ ശിശോः കിം കിം അഭൂത് ഇതി പ്രധാവ്യ യശോദയാ ധൃതം ഭവന്തം ആലോക്യ അശ്രുജലാർദ്രലോചനാः സമാശ്വസൻ. അപ്പോഴേക്കും നന്ദഗോപുരം അവിടെ എത്തി. ഗോപന്മാർ കുറേ ആൾക്കാരെത്തി. ബ്രാഹ്മണര് കുറേ ആൾക്കാരവിടെ എത്തി. അയ്യോ കഷ്ടം കഷ്ടം കഷ്ടം, ഇതെന്താ ഇങ്ങനെയൊക്കെ? ഈ ഉണ്ണിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? വളരെ പെട്ടെന്ന് ഓടി വന്നിട്ട് യശോദ അപ്പോഴേക്കും ഉണ്ണി എടുത്തു. എന്നിട്ട് കരഞ്ഞുകൊണ്ട് കണ്ണ് കലങ്ങി. മാത്രമല്ല ലേശം പരിഭ്രമിച്ചു യശോദ, എൻ്റെ ഉണ്ണിക്ക് ഇങ്ങനെ വന്നുവല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അവർ എല്ലാവരും എത്തിച്ചേർന്നു. അപ്പോൾ അതുകൊണ്ട് യശോദയെ എല്ലാവരും സമാശ്വസിപ്പിച്ചു. ഉണ്ണിക്കൊന്നും പറ്റിയിട്ടില്ല, പിന്നെന്താ പേടിക്കാനുള്ള, കരയണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ്. എന്നാൽ ഉണ്ണി കരയണമെന്നില്ല. ഇനി ഏതാ രസം, കുട്ടികളും കരയണമെന്നില്ല. ഈ ഒപ്പമുള്ള കുട്ടികൾ അപ്പം കരഞ്ഞു വെച്ചാലും പിന്നെ കരയണമെന്നില്ല. അപ്പം അതും ഒരു രസമാണ്. കസ്കോന്നു കൗതസ്തുത ഏഷ വിസ്മയോ വിശങ്കടം യച്ച കടം വിപാടിതം ന കാരണം കിഞ്ചിതി ഹേതി തേ സ്ഥിത സ്വനാസികാദത്തകരാസ്ത്വദീക്ഷകാം. ഏഷ കസ്കോ വിസ്മയോ കൗതസ്കുത യത് വിശങ്കടം ശകടം വിപാടിതം വിഹ കാരണം കിഞ്ചിത് ന ഇതി തേ സ്വനാസികാദത്തകരാः ത്വദീക്ഷകാः സ്ഥിതാः. ഇതെങ്ങനെയാണ് അത് സംഭവിച്ചത്? എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ഇത്രയും വലിയൊരു വണ്ടി ഇങ്ങനെ പൊട്ടി തകർന്നത്? ഇത് അങ്ങനെ തകർന്നുവെച്ചാൽ അത്ര എളുപ്പമല്ലല്ലോ. ഒരു കാരണം ഇതിനോട്ട് കാണുന്നുമില്ല. ഇങ്ങനെ ഓരോരുത്തരും ആത്മകഥയായിട്ട് പറയണതോ കുറയ്ക്കാ പറയണം. അപ്പോൾ ഓരോരുത്തരും യശോദ ഉൾപ്പെടെ മറ്റേ കഷ്ടം എന്ന് മൂക്കിൽ കൈ വയ്ക്കില്ലേ എന്ന കൂട്ടത്തിൽ കഷ്ടം വെച്ചു എല്ലാവരും. അപ്പോൾ എല്ലാവരും ഭഗവാനെ നോക്കണമുണ്ട്. ഭഗവാനൊന്നും പറ്റുന്നില്ല, ഭഗവാൻ ചിരിച്ചുകൊണ്ട് നിൽക്കുക. ചിരിച്ചുകൊണ്ടാണ് യശോദയുടെ കയ്യിലിരിക്കുക. അത്രയല്ലേ ആയിട്ടുള്ളൂ, വയസ്സ് ഇവിടെ മറ്റേ പ്രായമൊന്നും ആയിട്ടില്ല, 3 മാസം ഒറ്റയ്ക്ക് ആയിട്ടുള്ളൂ. ആദ്യത്തെ ഈ കവിഴാൻ തുടങ്ങിയിട്ടില്ല, അതിൻ്റെ മുന്നുള്ള ഒരു രംഗമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഉണ്ണിയുടെ അടുത്ത് കിടക്കുന്ന ഇത്രയും വലിയൊരു വണ്ടി അത്ര എങ്ങനെ പെട്ടെന്ന് എങ്ങനെയാണ് ഇത് പൊട്ടണത്? എങ്ങനെയാണ്? എന്നിട്ട് ഉണ്ണിക്കൊന്നും പറ്റിയില്ലോ, അത് നല്ല കാലം. ഉണ്ണിക്കാണെച്ചാൽ ഭാവവ്യത്യാസങ്ങളൊന്നുമില്ല. യശോദയാണെച്ചാൽ വല്ലാണ്ട് കരഞ്ഞ് അങ്ങനെയായിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ അതുപോലെ ഈ ചിന്നി ചതറി കിടക്കുന്നതായിട്ടുള്ള പൊട്ടിയ വസ്തുക്കൾ കുറേ ഉണ്ട്. ഇതൊക്കെ കൂടി കാണുമ്പോൾ വല്ലാത്തൊരു കഷ്ടം. എന്താ ഈ ഉണ്ണിക്ക് ഇങ്ങനെ വരാൻ കാരണമാവോ? ഓരോരുത്തർക്കും ഓരോരോ തരത്തിൽപ്പെട്ടതാണ്. ഉണ്ണിക്കൊന്നും പറ്റിയില്ലോ യശോദ, പിന്നെന്താ പത്ര പേടിക്കാനുള്ളത്? യശോദ എന്തിനാ കരയണ? കഷ്ടം. അങ്ങനെയുണ്ട് കേട്ടോ. എങ്ങനെ പഠിച്ചാൽ വ്യാഖ്യാനിക്കാം, അത്രയേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ ഒന്ന് സംഭവിച്ചുല്ലോ, അതിന് മുഖ്യാർത്ഥം. ഈ ഉണ്ണിക്ക് എന്തിനാ ഇങ്ങനെ ഒരു ശത്രുഭാവത? ആർക്കാ ഈ ഉണ്ണിയോട് ഇങ്ങനെ ഒരു ഇതുണ്ടാവുക? എന്തൊരു വിധിയാ അത്. കാരണം 50 വയസ്സ് 60 വയസ്സിൻ്റെ അടുത്ത് എത്തിയിരുന്നു യശോദയ്ക്ക്. ആ സമയത്ത് അവർ ഉണ്ണി ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിചാരങ്ങളൊക്കെ പലർക്കും ഉണ്ടാവും. കുമാരകസ്യാസ്യ പയോധരാർത്ഥിന പ്രരോദനേ ലോലപദാംബുജാഹതം മയാ ദൃഷ്ടമനോവിപര്യഗാദിദീശ തേ പാലക ബാലകാജഗു. അപ്പോൾ എല്ലാവരും കുട്ടികളോട് ചോദിക്കുമല്ലോ, പയോധരാർത്ഥിന, പാല് കുടിക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള അസ്യ കുമാരകസ്യ, ഈ ശ്രീകൃഷ്ണൻ്റെ ഈ ഉണ്ണിയുടെ പ്രരോദനെ, കരച്ചിൽ കേട്ടിട്ട് അതിൻ്റെ ഇടയിൽ ലോല പദാംബുജാഹതം അനഹ, ഈ ചെറിയ താമരക്കാല്, പദാംബുജം താമരക്കാല്, ആ കാലടി കൊണ്ടുള്ള ഒരു ലോല പദാംബുജാഹതം, വധിക്കുക എന്നുള്ള അർത്ഥമാണല്ലോ ഹതം. അങ്ങനെയില്ല, ആ കാലൊന്ന് അതിൻ്റെ മുകളിൽ കൊണ്ടു. അപ്പോൾ അല്ലെങ്കിൽ അവിടെ ഉദ്ദേശം ഹതായതുകൊണ്ടാണ് ആ വാക്കൊക്കെ തിരഞ്ഞെടുത്തത്. അതാണ് അവിടെ ഈ വണ്ടിയുടെ മുകളിലേക്ക് ഉണ്ണിയുടെ കാല് തട്ടി എന്നാണ് പറഞ്ഞത്. പക്ഷെ അതിൻ്റെ പരിണിത ഫലം ഇതാണല്ലോ, ഹതം ആണല്ലോ. അപ്പം അതുകൊണ്ട് വാക്കും അതന്നെ തിരഞ്ഞെടുത്തു. അതാണ്. അപ്പം ഇങ്ങനെ ഈ ചെറിയ ഉണ്ണിയുടെ ചെറിയ താമരക്കാല്, പൂ പോലെയുള്ള കാല്, അതാണ് അവിടെ അന്നയെ അങ്ങനെ വരിക. അപ്പം അങ്ങനെ പൂ പോലുള്ള ചെറിയ തരള പാദങ്ങൾ കൊണ്ടു കഴിഞ്ഞപ്പോൾ ഇത് ഈ അനഹ, ഈ ശകടം, അത് ഇത്രത്തോളം ആയില്ലോ. വിപര്യകാത് വെച്ചാൽ വേണ്ട രീതിയിലല്ലാതെ കണ്ട് കിടന്നു എന്നാണ്. വേണ്ട രീതിയിലല്ലാതെ കണ്ട് കിടന്നതാണ്. പൊട്ടിപ്പോയതായാലും അതെ, അതേപോലെ ദിശ മാറിയിട്ടായാലും അതെ,
ഇനി മലന്ന് കിടക്കുക വെച്ചാൽ അങ്ങനെയായാലും അതെ, അതൊക്കെ വിപരീകാതാണ്. ഇവിടെ അതിൻ്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വന്നു. അപ്പോൾ വണ്ടി ആകെ കേടുവന്നു എന്ന് പറയണതിന് പകരം വിപരീകാത് എന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. വിപരീതം സംഭവിച്ചു പോയി. പിന്നെയോ മയാ ദൃഷ്ടം. ഇപ്പം ഈ ഉണ്ണിയുടെ കാല് കൊണ്ടിട്ടാണ് ഈ വണ്ടിക്ക് ഈ ദുരവസ്ഥ ഉണ്ടായത്, ഇതൊക്കെ പൊട്ടിപ്പോയത് എന്നാണ് കുട്ടികൾ പറഞ്ഞത്. മയാ ദൃഷ്ടം. കുട്ടികൾ പറയാ ഞാൻ കണ്ടു, ഞാനും കണ്ടു. അങ്ങനെ ഇതി ഈശ, അല്ലയോ ഭഗവാനെ, ഗുരുവായൂരപ്പനോട് മേപ്പത്തൂർ പറയാ, ഈശ ബാലക ജഗു, ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചതായിട്ടുള്ള ഈ ഉണ്ണികള് ഇപ്രകാരത്തിൽ പറഞ്ഞു. അപ്പോൾ കുട്ടികളുടെ ചുമതല ഇത്രയേ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു ഈ ഉണ്ണി കരയണതിൻ്റെ കാരണം വേറൊന്നും ഉണ്ടായിട്ടല്ല, ആ വണ്ടി ഇങ്ങോട്ട് വന്നു, ഈ ഉണ്ണിയുടെ കാലൊന്ന് അതിൻ്റെ മുകളിൽ കൊണ്ടു, അത് വണ്ടി തവിട് പൊടിയായി, അതിൻ്റെ മുകളിലിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇതാ പൊട്ടി വീണു, ഇത്രയും ഉണ്ടായിട്ടുള്ളൂ, വേറെ സംഭവിച്ചിട്ടൊന്നുമില്ല, ഒന്നും കുഴപ്പമുണ്ടായിട്ടില്ല. അപ്പോഴേക്ക് അമ്മ വന്നു, ഇതാ ഉണ്ണി എടുത്തു. അപ്പോൾ ചോദിച്ച ഗോപന്മാരോടോ ഗോപികമാരോടോ അമ്മയോടോ അച്ഛനോടോ പറയുന്ന കൂട്ടത്തിൽ എല്ലാവരോടുമായിട്ട് ഓരോ കുട്ടികളും ഞാനും കണ്ടു ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. ഇത്രയേ ഉള്ളൂ. ഭിയാ തദാ കിഞ്ചിത് അജാനതാമിതം കുമാരകാണാമതിദുർഘടം വച ഭവൽ പ്രഭാവാവിദുരൈരിതം മനാഗ് ഇവാശങ്ക്യത ദൃഷ്ടപൂതനൈഹി. അപ്പോൾ ചില പ്രമാണങ്ങളൊക്കെ മുന്നേ ഉണ്ടായിട്ടുണ്ട്, ഉദാഹരണങ്ങൾ കാണാനും ഉണ്ണിയുടെ ചില കേമത്തങ്ങൾ മനസ്സിലാക്കാനൊക്കെ ഉള്ള കാര്യങ്ങൾ മുന്നേ ഉണ്ടായിട്ടുണ്ട്. തഥാ ഭിയ, ചിലര് ആ സമയത്ത് ഭയം കൊണ്ട് കിഞ്ചിത്, ഒന്നും അജാനതം, ഒന്നും അറിയാത്തവരായിട്ടും, ചിലർക്ക് അത്ര മനസ്സിലായിട്ടില്ല. പിന്നെയോ കുമാരകാണാം, ഈ ബാലന്മാരായിട്ടുള്ള ഇതം വചഹ, ഈ കാവൽക്കാരായിട്ടുള്ള കുട്ടികളില്ലേ, അവര് പറഞ്ഞിട്ടുള്ള ഈ വാക്ക് അതിദുർഘടം. അത് അതിദുർഘടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഘടിപ്പിക്കാൻ ശരിയാവണില്ല. ഈ ഉണ്ണിയുടെ കാല് കൊണ്ടു, ആ വണ്ടി ഇങ്ങനെ കേടായി എന്ന് പറയുമ്പോൾ അത് ഘടിപ്പിക്കാൻ പറ്റാത്തതാണ് ദുർഘടം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒട്ടും യോജിക്കുന്നില്ല എന്നുള്ളതിന് ഈ കയറ്റി പറഞ്ഞു, അതാണ് മാക്സിമത്തിൽ പറഞ്ഞു, അതുകൊണ്ടാണ് അതിദുർഘടം. പിന്നെയോ ഇത് ഭവൽ പ്രഭാവ, ഭഗവാന്റെ ഈ പ്രഭാവത്തെ അവിദൂരൈഹി, വിദൂരൈഹി, അത് അറിയാത്തവരാ. ഭവൽ പ്രഭാവ വിദൂരൈഹി, ഭഗവാന്റെ ഈ പ്രഭാവത്തെ വിദൂരത്താക്കിയിട്ട് ഉള്ളവര് എന്ന് വെച്ചാലോ, ഭഗവാന്റെ അതിനെക്കുറിച്ച് ഒട്ടും ബോധമില്ലാത്തവര്, ധാരണയില്ലാത്തവര്. ഈരിതം, നന്നായിട്ട് പറയപ്പെട്ടു, ഈരിതം പറയപ്പെടുക. എന്താ പറഞ്ഞത്, ഇത് ഈ ദുർഘടം ആണ് കുട്ടികളുടെ വാക്ക് എന്നാണ് പറഞ്ഞത്. ദൃഷ്ടപൂതനൈഹി, പൂതനാ സംഭവം കണ്ടവര് മനാക്ക്, എന്നാൽ കുറച്ച് അശങ്ക്യത ഇവ, ഇത് ശരിയാവാൻ സാധ്യതയുണ്ട് കേട്ടോ, ഈ ഉണ്ണികൾ പറഞ്ഞത് ശരിയാവാൻ സാധ്യതയുണ്ട് എന്ന് പൂതനെ വധിച്ചതായിട്ടുള്ള ഈ ഉണ്ണിയുടെ ലീല ഓർത്തവർ പറഞ്ഞു. ശരിയാവും, കുട്ടികൾ പറഞ്ഞു തന്നെയാവും ശരി എന്ന് കുറച്ചാളുകൾ പറഞ്ഞു. ഇത് കുട്ടികളുടെ ബാലവാക്ക്, അത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഉണ്ണിയുടെ പ്രഭാവത്തെ അറിഞ്ഞവരും ഉണ്ട്, അറിയാത്തവരും അതിലുണ്ട് എന്ന് സാരം. കുട്ടികളാണെങ്കിലോ അതില് ഉറച്ചു നിൽക്കുകയും ചെയ്തു, അതാണ്. പ്രവാള താമ്രം കിമിതം പദം ക്ഷതം സരോജരമ്യൗന്നു കരൗ വിരോചിതൗ ഇതി പ്രസർപ്പൽ കരുണാതരംഗിതാഹ ത്വദംഗമാപസ്പൃശു അംഗനാജനാഹ. പ്രവാളതാളം, ഈ തളിര് പോലെയുള്ള പ്രവാള താമ്രം, ചുവന്നതായിട്ടുള്ള ചെറിയ കാലാണല്ലോ, ചെറിയ ഉണ്ണിയുടെ ചെറിയ കാല്. ഇതം പദം, ഈ ചെറിയ കാലടി, പ്രവാള താമ്രം, ഒരു താമരയുടെ ഇതള് പോലെയെന്നോ, അതല്ല വെച്ചാൽ ഒരു ചെറിയ പഴത്തിൻ്റെ അതേപോലെയെന്നോ ഒക്കെ വേണിച്ചാലോ, ഏതായാലും ചെറിയൊരു തളിര് ആകുമ്പോൾ തന്നെ അത് മറ്റേ ചെറിയൊരു ചുവപ്പ് രാശിയൊക്കെ ഉണ്ടാവും ചെയ്യും. ഏതായാലും അങ്ങനെയുള്ള ഈ തളിര് പാദം കൊണ്ട്, പ്രവാള താമരം ഇതം പദം, ഈ ചെറിയ തളിര് പോലെയുള്ള, ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ഇല പോലെയുള്ള തളിര് പോലെയുള്ള ഈ പാദം കൊണ്ട് കിം ക്ഷതം, അങ്ങനെ ഒരു മുറിവ് സംഭവിക്കാൻ പറ്റുമോ, എന്തിനെങ്കിലും ഒന്ന് കേടുവരുത്താൻ പറ്റുമോ? സരോജരമ്യൗ, ചുവന്ന ഒരു താമര പോലെ, സരോജം എന്ന് പറഞ്ഞാൽ താമര, രമ്യം എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ടൊരു താമര പോലെ
ഈ കരവും അതേപോലെ കൈയായാലും കാലായാലും ഈ ചെറിയ ഉണ്ണിയുടെ ചെറുതല്ലേ വരിക, അതിന് വലിയൊരു കൗതുകമുണ്ട്, തരളിത ഉണ്ടാവും. വിരോചിതവുന്നു. അപ്പം അത് ഈ കരങ്ങളെ കൊണ്ട് അത് പൊട്ടിയോ? ഈ കൈ കൊണ്ട് എന്തായാലും അത് പൊട്ടിക്കാൻ സാധ്യമല്ല. കൈയായാലും കാലായാലും കൊണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വണ്ടി കേടെടുത്താൻ തോക്കാനുള്ള കഴിവൊന്നും എന്തായാലും അതിനില്ല. പ്രസർപ്പത് കരുണാ തരംഗിതാഹ, വളരുന്ന വാത്സല്യം. പ്രസർപ്പത് കരുണ, അങ്ങനെ ഉണ്ണിയോട് പ്രത്യേകമായിട്ടുള്ളൊരു വാത്സല്യം, ഒരു കാരുണ്യം. അത് തരംഗിതാഹ, അത് ചഞ്ചലചിത്തകളായിട്ടുള്ളതെന്നാണ് അർത്ഥം കൊടുത്തത്. അത് കൃത്യമായിട്ട് ഇതെന്ത് എന്നുള്ളത് മനസ്സിലാവാതെ കണ്ട് ഉണ്ണിയോട് വാത്സല്യം ഉണ്ടേനും മനസ്സണച്ച ഉറച്ച് നിൽക്കണമില്ല. ആകെ ഒരു സംശയം. അതാണ് തരംഗം. തരംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് അല്ലേ? അപ്പോൾ ഒന്ന് താണിട്ടും ഒന്ന് ഉയർന്നിട്ടും ഒന്ന് താണിട്ടും ഒന്ന് ഉയർന്നിട്ടല്ലേ വരിക. അതാണ് ചഞ്ചലചിത്തം എന്ന് പറയാനുള്ള കാരണം. തരംഗം പോലെ വന്നു മനസ്സ്. പ്രസർപ്പത് കരുണ തരംഗിതാഹ. അപ്പോൾ കാരുണ്യം അതിങ്ങനെ വളർന്നുണ്ട്. ഉണ്ണിയോടുള്ള താല്പര്യം, ഉണ്ണി അത്ര ഇഷ്ടമാണ് എല്ലാവർക്കും. പക്ഷേ ഈ വാക്കുകളും ഈ വണ്ടിയുടെ പൊട്ടലും മറ്റു കാര്യങ്ങളും അതേപോലെ ഉണ്ണിയുടെ ചെറിയ ഭാവവും തരളിതമായിട്ടുള്ള ഈ ചെറിയ 3 മാസമൊക്കെ ആയിട്ടുള്ളൂ ആ സമയത്ത്, അത്രേ ആയിട്ടുള്ളൂ. 3 മാസം തന്നെ ആയോ സംശയം. അപ്പോൾ ആ സമയത്ത് നടന്നുള്ള ഈ ഒരു കാര്യത്തിന് അങ്കനാജനാഹ ഈ പ്രകാരത്തിലേ അവർക്ക് പറ്റുള്ളൂ. കാരണം ഇത് പ്രസർപ്പത് കരുണ തരംഗിത, അതുകൊണ്ടാണ് അതിങ്ങനെ കാരുണ്യം കൊണ്ട്. അപ്പോൾ ഈ വാക്കുകളെ ഇപ്രകാരത്തിലേ അവർക്ക് ചിന്തിക്കാൻ സാധിക്കുള്ളൂ. ഉറച്ചാണ്ട് പറയാൻ പറ്റില്ല. ഇങ്ങനെ ആവാം, ഇങ്ങനെ അല്ലായിരിക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഒരു വേവ് പോലെയാണ്, തരംഗം പോലെയാണ്. പിന്നെയോ ത്വതംഗം ആപസ്പൃശുഹു. അപ്പോൾ സ്പൃശുഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടു, തലോടി എന്നൊക്കെ അല്ലേ, തൊട്ടു. ആപസ്പൃശു ഇപ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ആർദ്രമാക്കിയിട്ട് തൊട്ടു എന്ന് പറയുമ്പോൾ നല്ലോണം തലോടി എന്ന് സാരം. അതാണ് ആപസ്പൃശു. നല്ലോണം ആർദ്രമാക്കി തീർത്ത രീതിയിൽ വെച്ചാൽ തണുപ്പിച്ചു, തലോടിയിട്ട് തണുപ്പിക്കുക, അങ്ങനല്ലേ. അപ്പം അങ്ങനെ ഈ ഉണ്ണിയുടെ പാദങ്ങളെ അമ്മമാരായാലും അല്ലെങ്കിൽ എടുക്കണവരായാലും ഒന്നിങ്ങനെ തലോടിയിട്ട് മറ്റേ ഒന്നും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയില്ലേ നമ്മൾ, കാലുമ്പിൽ കയ്യുമ്പിലൊക്കെ തലോടിയിട്ട് ഹായ് എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ ഒരു ചുംബനം ഒക്കെ ചെയ്യാറുണ്ട്. എന്ന കൂട്ടത്തിൽ ചെയ്തു, ആശ്വസിപ്പിച്ചു എന്ന് സാരം. ഉണ്ണിയെ ആണോ ആശ്വസിപ്പിച്ചത്? ഉണ്ണിയെ ഇങ്ങനെ തലോടുമ്പോൾ അവരാണോ ആശ്വസിച്ചത് സ്വയം? അതും ഒരു തരംഗിതാഹാണ്. രണ്ടും ആവാന്ന് സാരം. അതാണ്. അപ്പോൾ ഇത് എവിടേക്ക് വിളിച്ചെടുക്കാം. വിഷയം എത്രയേ ഉള്ളൂ, ഈ വാക്കുകളെ അവർക്ക് വിശ്വാസമായില്ല. കുട്ടികളുടെ വാക്കുകളെ വിശ്വാസമായില്ല. ഈ ഉണ്ണി ഇങ്ങനെ ചെയ്യും എന്നുള്ളത് പറയാൻ നിർത്തിയില്ല. പക്ഷേ പൂതനയെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉണ്ണി അല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഭാവവ്യത്യാസങ്ങൾ ഈ തരംഗിതാഹ എന്ന ആ വാക്കിൽ ഉൾക്കൊള്ളിച്ചു. അപ്പോൾ ഉണ്ണി എന്താ ചെയ്തതെന്നുള്ളത് സത്യം പറഞ്ഞാൽ ആർക്കും ഇപ്പോൾ മനസ്സിലാവുണ്ടായില്ല. ഈ പറഞ്ഞ കുട്ടികൾക്ക് എത്രത്തോളം അറിയാം? കാല് വണ്ടിയുടെ മുകളിൽ കൊണ്ടുപോയി എന്നത് ശരിയാണ്, അപ്പോഴാണ് വണ്ടി വീണത് എന്നത് ശരിയാണ്. പക്ഷേ ഈ ഉണ്ണിയുടെ മഹത്വം പറഞ്ഞിട്ടല്ലോ കുട്ടികൾ പറയണത്. കുട്ടികൾ കണ്ടത് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അതിനെ ബാക്കിയുള്ളവർക്ക് വിശ്വാസമായില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ കാര്യം. എങ്കിലും പൂതന ഇപ്രകാരത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ അത് ശരിയാവുകയും ചെയ്യാം എന്നും അവർ ഒരു അങ്ങടുമല്ല ആ രീതിയിൽ ചിന്ത അവരുടെ അങ്ങനെ മനസ്സുറയ്ക്കാതെ കണ്ടായി എന്ന് സാരം. അയേ സുതം ദേഹി ജഗൽപദേ കൃപാ തരംഗപാദാൽ പരിപാദമധ്യമേ ഇതി സ്മ സംഗൃഹ്യ പിതാ ത്വദംഗകം മുഹുർമുഹു സൃഷ്യതി ജാതകണ്ഠക. അയേ. ഇപ്പോൾ ഇതിലിപ്പോൾ എന്താ അതിങ്ങനെ വരാനുള്ള കാരണം? ഒരു ആശ്ചര്യമാണല്ലോ ഇതൊക്കെ. അയ്യേ എന്നുള്ള നിലയ്ക്കാവുമ്പോൾ അത് മറ്റേ നെഗറ്റീവായി. ഇവിടെ അങ്ങനെയല്ല, ഹോ എന്നുള്ള അർത്ഥത്തിലാണ്. അയ്യേ എന്നുള്ളത് അഹോ എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. അപ്പോൾ ബഹുമാനപൂർവ്വമുള്ള ഒരു അത്ഭുതമാണ്. അദ്യ ഇന്ന് ജഗൽപദേഹെ ഈ ജഗത്തിൻ്റെ ഈശ്വരനായിട്ടുള്ള ആ ഭഗവാന്റെ കൃപാ തരംഗപാദാ, കൃപയുടെ മാക്സിമത്തിലുള്ള അത് ഇവിടെ പതിച്ചു കഴിഞ്ഞു. കൃപാ തരംഗപാദാ, ഈ കൃപ കൊണ്ട് അത് എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവാൻ ചെയ്ത ഒരു ലീലയാണ് എന്ന് ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. അതാണ്
കൃപാതരംഗപാതാത് പരിപാദം. വേണ്ട പോലെ രക്ഷിക്കപ്പെട്ടതായിട്ടുള്ള സുതം ദേഹി. ഇവിടെ രക്ഷിച്ചത് ആരാണ്? ഭഗവാനാണ്. ഈ യശോദാനന്ദനെ, നന്ദനന്ദനെ, ശ്രീകൃഷ്ണനെ, ഈ ഉണ്ണിയെ രക്ഷിച്ചത് ഭഗവാൻ ഗുരുവായൂരപ്പനാണ്. കൃപാതരംഗപാതാത് പരിപാദം. അപ്പോൾ ഈ ഉണ്ണിയെ രക്ഷിച്ചത് ഈ ഈശ്വരനാണ്. പരിപാദം നന്നായിട്ട് രക്ഷിക്കുകയും ചെയ്തു. ഇല്ലച്ചാൽ അപ്പോൾ വണ്ടി വീണാൽ എന്താ ഉണ്ടാവുക? ഉണ്ണിയുടെ മേലേക്കാ വീണച്ചാൽ എന്താ ഉണ്ടാവുക? പറയാൻ പറ്റില്ല. സുതന്തേഹി. അപ്പോൾ ഓരോരുത്തരും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഈ ഉണ്ണിയെ ഭഗവാൻ തന്നെ രക്ഷിച്ച കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ണി തരും ഞാൻ നിൽക്കട്ടെ, നോക്കട്ടെ, ഞാനൊന്ന് തലവട്ടെ. സുതന്തേഹി ഇതി ഇങ്ങനെ ഓരോരുത്തരും പറഞ്ഞുകൊണ്ട് പിതാ, അതേപോലെ തന്നെ അച്ഛനും നന്ദഗോപുരം, യശോദയുടെ കയ്യിൽ നിന്ന് നന്ദഗോപുരം ഈ ഉണ്ണിയെ വാങ്ങി. പിതാ പിന്നെയോ സംഗ്രഹ്യ ഭഗവാനെ എടുത്തു. എന്നിട്ടോ ജാതകണ്ഠക, ഈ മുള്ളുപോലെ ത്വതംഗം, ജാതകണ്ഠക ത്വതംഗം, രോമാഞ്ചമണിഞ്ഞവനായിട്ട് ഭഗവാന്റെ ഈ ശരീരം മേല് കൊണ്ടപ്പോൾ, അതായത് ഉണ്ണി എടുക്കുമ്പോൾ ആ ശരീരം, ഉണ്ണിയുടെ ഈ ശരീരം ഈ നന്ദഗോപരുടെ ശരീരത്തിൽ തട്ടിക്കഴിഞ്ഞപ്പോൾ രോമാഞ്ചം. അങ്ങനെ രോമാഞ്ചം മുഹുർമുഹു ശ്ലിഷ്യതി സ്മ. ആ രോമാഞ്ചത്തെ അനുഭവിച്ചുകൊണ്ട് ആശ്വാസം ഈ നന്ദഗോപുര സ്വയമേവ അനുഭവിച്ചുകൊണ്ട് ആ ഉണ്ണിയെ വീണ്ടും വീണ്ടും ആലിംഗന, ആശ്ലേഷ, ആഘ്രാണാദികൾ ചെയ്തു എന്ന് സാർ. മുഹുർമുഹു ശ്ലിഷ്യതി സ്മ. അപ്പോൾ ആ ഉണ്ണിയെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്തു. ആലിംഗനം ചെയ്യുന്നുണ്ടാവാം, തുടക്കുണ്ടാവാം, തലോടുണ്ടാവാം, പിന്നെ നെറുകയിൽ ചുംബനം വയ്ക്കുന്നുണ്ടാവാം, നെറ്റിയിൽ, അതേപോലെ മാറോട് അടുക്കി പിടിക്കുക, വീണ്ടും ഒന്നിങ്ങനെ മറ്റേ ഉണ്ണിയെ കാണുക, അത് കഴിഞ്ഞ് വീണ്ടും ആലിംഗനം ചെയ്യുക, ഇങ്ങനെ ചെയ്തു. ഏതാണ് മുഹുർമുഹു, വീണ്ടും വീണ്ടും. ശ്ലിഷ്യതി സ്മ. അത് ചെയ്യുക തന്നെ ചെയ്തു, ആശ്ലേഷിക്കുക ചെയ്യുക തന്നെ ചെയ്തു. അപ്പം അവരൊരു ആലിംഗനം മാത്രമല്ല, ഈ പരിചര്യ പോലെ ഇതെല്ലാം ചെയ്തു. ഭഗവാൻ തന്നെയാണ് എൻ്റെ ഉണ്ണിയെ രക്ഷിച്ചത്. ചെറിയൊരു കുറ്റപ്പെടുത്തലുണ്ട്. എൻ്റെ യശോദേ, ഈ വണ്ടിയുടെ താഴെയാണോ കുട്ടിയെ കൊണ്ട് കിടത്തുക? നോക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടികളെയാണോ ഏൽപ്പിക്കുക? ഇപ്പോൾ കാരണന്മാർ എത്ര ആൾക്കാരുണ്ട് അവിടെ, ഗോപികമാർ നോക്കാൻ തയ്യാറായിട്ട്, അവരെ ഏൽപ്പിച്ചൂടെ? ഈ കുട്ടികളെ ഏൽപ്പിക്കുക? പിന്നെ വണ്ടിയുടെ അടുത്താണ് കൊണ്ട് കിടത്തുക? ഇളക്കണ വസ്തുക്കളുടെ അടുത്ത് കൊണ്ട് കിടത്താൻ പാടുമോ? അത് തന്നെ ഉരുണ്ട് വന്നിട്ടുണ്ടാവും ചിലപ്പോഴേ, അത് അറിയില്ല. അത് എപ്പോഴൊക്കെ സംഭവിച്ചോടെ, ചക്രല്ലേ അത്. അപ്പോൾ ഇത് ഉണ്ണിയെ രക്ഷിച്ചത് ആരാണ്? ഭഗവാനാണ്, അല്ലാണ്ട് ഈ അമ്മമാരോ അല്ലെങ്കിൽ ഗോപികമാരോ അല്ല. കുട്ടികൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? അവർ ചെറിയ കുട്ടികളല്ലേ, അവർക്കുണ്ട് ഈ വണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റണു? ഇപ്പോൾ നേരിട്ട് ഈ ഉണ്ണിയുടെ ദേഹത്ത് കൂടെയാണ് ഈ വണ്ടി കയറി ഇറങ്ങിച്ചാൽ എന്താ ഉണ്ടാവുക? അത് പേടിച്ചപ്പോഴാണ് ഈ രോമാഞ്ചമൊക്കെ ഉണ്ടായതേ. പിന്നെ ആശ്വസിച്ചു, ഒന്നും സംഭവിച്ചില്ലല്ലോ, എൻ്റെ ഉണ്ണിയെ കിട്ടിയല്ലോ. അപ്പോഴും രോമാഞ്ചം. അപ്പോൾ ആ എടുത്തുള്ള ഉണ്ണിയെ ആലിംഗനം ചെയ്തുകൊണ്ട് അങ്ങോട്ട് ആശ്വസിപ്പിക്കുകയാണോ അതോ സ്വയം ആശ്വസിക്കുകയാണോ ചോദിച്ചാൽ നിശ്ചയ. ഏതായാലും ആലിംഗനം ചെയ്യണു, നോക്കണു, തലോടണു, ചുംബിക്കണു, എന്തൊക്കെയാച്ചൊക്കെ ചെയ്യണു. അതാണ്. അനോനിലീന കില ഹന്തുമാഗത സുരാരിരേവം ഭവതാ വിഹിംസിത രജോപി നോ ദൃഷ്ടമമുഷ്യതൽ കഥം സശുദ്ധ സത്വേ ത്വയി ലീനവാൻ ധ്രുവം. അനോനിലീന, ഈ അനഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി. ആ വണ്ടിയിൽ നിന്ന് നിലീനഹ, താഴെ വീണതായിട്ടുള്ള, അത് വണ്ടിയുടെ മുകളിൽ എന്തെങ്കിലുമൊക്കെ കയറ്റി വെച്ചിട്ടുണ്ടാവും. ആ കയറ്റി വെച്ചതൊക്കെ താഴെ വീണ് മറിഞ്ഞു. ഹന്തും, വധിക്കുന്നതിന് വേണ്ടി, ആഗതഹ, വന്നതായിട്ടുള്ള, സുരാരിഹി, സുരന്മാരുടെ ശത്രുവായിട്ടുള്ള, സുരന്മാരുടെ ദേവന്മാരുടെ ശത്രുവായിട്ടുള്ള, ഏവം ഈ ആസുരഭാവം, ഭവത അങ്ങയാൽ, വിഹിംസത കില, അത് ഇല്ലാണ്ടാക്കുക, ഹിംസിക്കുക, വധിക്കപ്പെടുക ആണല്ലോ ഉണ്ടായത്. അമുഷ്യ, ഇവന്റെ, രജഹ അഭി, ഈ അസുരന്റെ രജസ് പോലും, ഒരു പൊടി പോലും, ദൃഷ്ടം, പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. തത് കഥം, അത് എന്താണ് അങ്ങനെ, സഹ, അത് ആ അസുരൻ, ശുദ്ധസത്വ, ആ അസുരന്റെ അസുരഭാവമൊക്കെ പോയിട്ട് സാത്വികഭാവം വന്ന് ശുദ്ധസത്വം ആയോ, ത്വയി അങ്ങിൽ ലീനവാൻ ധ്രുവം, അങ്ങിൽ ലയിക്കുകയും ചെയ്തു മാക്സിമത്തിലായിട്ട്. തീർച്ചയായിട്ടും മുക്തി കിട്ടിയിട്ടുണ്ടാവും.
അനോനിലീനഹ, ഈ വണ്ടിയിൽ കയറിയിരുന്നു കൊണ്ട്, ഒളിഞ്ഞിരുന്നു കൊണ്ട്, ലയിച്ചിരുന്നു കൊണ്ട്, മറഞ്ഞിരുന്നു കൊണ്ട്, നിലീനം മുഴുവനായിട്ട് ലീനമാവുക. നിഖിലം ലീനം നിലീനം. അപ്പം അങ്ങനെ മുഴുവനായിട്ട് ഇത് ചേർന്നിരുന്നപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? ആരാണ്? ഈ സുരാരിയായിട്ടുള്ള ഒരു ആള് ഭഗവാനെ കൊല്ലുവാൻ. അപ്പം ഇങ്ങനെ ഹന്തും ആഗതഹ, കൊല്ലുവാനായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ടാണ് ഈ വണ്ടിയിൽ ചേർന്നത്, ലയിച്ചത്. എന്നിട്ടോ ഭവത വിഹിംസിത, അങ്ങോട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് വന്നു, പക്ഷേ ഇങ്ങോട്ട് വധിക്കുകയാണ് ഉണ്ടായത്. അസുരനാണ് ഈ വണ്ടിയിൽ കയറിയത്. ശകടാസുരൻ എന്ന് പേരായിട്ടുള്ള ഒരു അസുരൻ വണ്ടിയിൽ കയറി. വണ്ടിയിൽ കയറിയിട്ട് കുട്ടികൾ മാത്രമേ കാവലിനുള്ളൂ എന്ന് മനസ്സിലായപ്പോൾ ആ വണ്ടി സ്വയമേവ അങ്ങോട്ട് ഉരുണ്ടു. അസുരൻ നടന്നു എന്നർത്ഥം. അസുരൻ്റെ ആ ശക്തി വണ്ടിയുടെ ചക്രത്തിലേക്ക് പ്രവേശിപ്പിച്ചു. അങ്ങനെ വണ്ടി ഉരുണ്ടു. ഉദ്ദേശിച്ചത് വണ്ടി മീതെ കയറിയിട്ട് ഈ ഉണ്ണി വണ്ടിയുടെ അടിയിൽ പെട്ടിട്ട് അപ്പോൾ ഒന്ന് പ്രയോഗിക്കുകയും കൂടി ചെയ്താൽ ആ ഉണ്ണി മരിച്ചോളും. ഇത്രേ ശകടാസുരം വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താ? ഈ ഉണ്ണി ജഗത്തിൻ്റെ പിതാവാണ്. ആ ഉണ്ണി തൻ്റെ തൃക്കാലികളെ കണ്ടാൽ ചെറുതാ പറഞ്ഞിട്ട് കാര്യമില്ല, കൊണ്ടാൽ നല്ല പ്രഹരം ആണ്. ആ പ്രഹരം വധത്തിന് വേണ്ടിയിട്ട് പ്രയോഗിച്ച ആയുധം പോലെ ആയിപ്പോയി. അതുകൊണ്ട് അമുഷ്യ രജഹ അഭി ന ദൃഷ്ടം. കാരണം വണ്ടിയിലാണ് പൂർണ്ണമായിട്ടും ലീനമായത്. അപ്പം അതുകൊണ്ട് വണ്ടി കടപടമെന്ന് വെച്ച് വീണു എന്നല്ലാണ്ട് ഈ അസുരൻ്റെ ശരീരമോ മറ്റു കാര്യങ്ങളോ ഒന്നും കണ്ടില്ല. പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. ഒരു തട്ട് കൊടുത്തു, അതോടെ ആ ജീവൻ നേരെ വൈകുണ്ഠത്തിലെത്തി. പിന്നെ ഈ വണ്ടി അത് ബാക്കിയുള്ളവർ അറിഞ്ഞോട്ടെ വിചാരിച്ചിട്ട് തവിട് പൊടിയായി. ആ തവിട് പൊടിയായിട്ടുള്ള വണ്ടിയുടെ മുകളിൽ വെച്ചേർന്നതായിട്ടുള്ള എന്തായാലും വേണ്ടില്ല, കുപ്പിയോ ഭരണിയോ പാത്രങ്ങളോ എന്തായാലും അതൊക്കെ ചടപടാച്ചിട്ട് താഴെ വീണു. ചിലപ്പോൾ മണ്ണിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടാവും, മണ്ണിൻ്റെ പാത്രം ഉണ്ടാവും. അതേപോലെ ഈ കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ചില പെയിൻ്റൊക്കെ അടിച്ച് ഇങ്ങനെയല്ലേ, അപ്പോൾ മഞ്ഞളൊക്കെ തന്നെ തൊട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പൊട്ടി, അതൊക്കെ കൂടിയിട്ട് ഇങ്ങനെ കിടക്കണം. ഇവിടെ വണ്ടി പൊട്ടിയതോ അതല്ലെങ്കിൽ ഇതൊന്നും ഭഗവാനെ സംബന്ധിച്ച് സാരമില്ല. ആകെ സാരം എന്തേ ഉള്ളൂ? ഈ അസുരന് മുക്തി കൊടുത്തു. അപ്പോൾ ആ സമയത്ത് ജഗത്തിൻ്റെ പിതാവായിട്ടുള്ള ഈ ഭഗവാനെ വധിക്കാൻ വേണ്ടി വന്ന കംസവൃത്യനായിട്ടുള്ള ശകടാസുരൻ ദേഹമില്ലാതെ കണ്ടാണ് ഇരിക്കണത്. അപ്പോൾ ദേഹമില്ലാത്തതായത് കൊണ്ട് ഒരു ദേഹത്ത് കയറിയതാ. ആ ദേഹം ഒരു വണ്ടിയായിപ്പോയി. ആ വണ്ടിയെ പൊട്ടിക്കാതെ കണ്ട് ഇനി മറ്റേ നാലാൾ അറിയില്ല. അപ്പം അതുകൊണ്ട് ഭഗവാൻ അതിനെ പൊട്ടിച്ചു മാത്രമേ ഉള്ളൂ. അപ്പം ഈ താടനം എന്നുള്ളത് ഈ വണ്ടി പൊട്ടിക്കണ്ടാത്ത രീതിയിലും വെറുതെ തൊട്ട് കഴിഞ്ഞാലും അഹല്യാമുക്തിക്ക് പാറ പൊട്ടിച്ചിട്ടൊന്നുമില്ല ഭഗവാൻ ശ്രീരാമചന്ദ്രൻ. അപ്പോൾ പാറ പൊട്ടിക്കൊന്നും വേണ്ട. പക്ഷെ നാലാൾ അറിയണച്ച എന്ത് വേണം? പരിഭ്രമിക്കണച്ച എന്ത് വേണം? ഈ വണ്ടി പൊട്ടിക്കണം. അതുകൊണ്ട് ഭഗവാൻ വണ്ടി പൊട്ടിച്ചു മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ പൊട്ടിച്ചതായിട്ടുള്ള ഈ വണ്ടി, അതിലുണ്ടായിരുന്ന ഈ അസുരൻ അത് നേരെ മുക്തി കിട്ടി. പൊടി പോലും പിന്നെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഇനി വരാൻ പോരുന്ന അസുരന്മാർക്ക് കുറേ ഉണ്ട്. അവർക്കൊക്കെ എന്തുണ്ട്? ഈ ശരീരത്തെ കാണാൻ സാധിക്കും. വലിയ ശരീരം. പൂതനപ്പം എത്ര വലിയ ശരീരമായിട്ടാണ് വീണ്. അപ്പം ഇങ്ങനെയുള്ള ഈ അസുരൻ ശുദ്ധസത്വമായിട്ടാണ് വൈകുണ്ഠത്തിലേക്ക് എത്തിയത്, വൈകുണ്ഠനിൽ ലയിച്ചത്. അനോനിലീന കില ഹന്തുമാഗത സുരാരിരേവം ഭവതാ വിഹിംസിത രജോപിനോ ദൃഷ്ടമമുഷ്യ തൽക്കഥം സശുദ്ധസത്വേ ത്വയി ലീനവാൻ ധ്രുവം പ്രപൂജിതൈസ്തത്ര തതോ ദ്വിജാദിഭി വിശേഷതോ ലംഭിത മംഗളാശിഷ വ്രജം നിജൈർബാല്യരസൈർവിമോഹയൻ മരുൽപുരാധീശ രുജാം ജഹീഹിമേ. ഈ ശ്ലോകത്തോട് കൂടിയിട്ട് ഭഗവാനോട് പറയാണ്, കൃഷ്ണ എന്നെ രക്ഷിക്കണേ, എൻ്റെ ക്ലേശങ്ങളെ മുഴുവൻ, വേദനകളെ മുഴുവൻ, വേദനകളെ മുഴുവൻ മാറ്റിത്തരണേ. മരുത്പുരാധീശ ഗുരുവായൂരപ്പ. തതഹ അതിനുശേഷം തത്ര അവിടെ പ്രപൂജിതൈഹി വേണ്ട പോലെ പൂജിക്കപ്പെട്ടതായിട്ടുള്ള ദ്വിജാതിഭി ബ്രാഹ്മണരാൽ. ഇപ്പോൾ നന്നായിട്ട് ഈ
ബ്രാഹ്മണർക്ക് ദാനാദി കാര്യങ്ങളൊക്കെ കൊടുത്ത് അതേപോലെ സ്വീകരണങ്ങൾ, പൂജ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ബ്രാഹ്മണരാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ ഈ ശബ്ദം കേട്ട് ഓടി വന്നു, ഉണ്ണിക്കൊന്നും പറ്റിയിട്ടില്ലോ എന്നുള്ള ആശ്വാസമൊക്കെ ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് വിശേഷത ഈ പൂജിതരായിട്ട് ബ്രാഹ്മണർ പ്രത്യേകിച്ചും ലംഭിത മംഗളാശിഷ ആശിസ്സുകളെ നന്നായിട്ട് തന്നെ ചെയ്തു. അത് ഭഗവാൻ സ്വീകരിക്കുകയും ചെയ്തു. എന്നുവെച്ചാലോ, ഭഗവാന് എപ്പോഴും ബ്രാഹ്മണരിൽ നിന്നുള്ള ഈ ആശിസ്സുകളെ സ്വീകരിക്കാറുണ്ട്, സ്തുതികളെ സ്വീകരിക്കാറുണ്ട്, പുകഴ്ത്തലുകൾ. ഇതൊക്കെ ഭഗവാന്റെ ലീലകളെ വീണ്ടും വീണ്ടും പറയല്, അതൊക്കെ ഒരു ബൂസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇങ്ങോട്ട് ഇങ്ങനെ ബ്രാഹ്മണർ പറയുമ്പോൾ ബ്രാഹ്മണരുടെ ശക്തി സ്വയമേവ തന്നെ കൂടി വരും. ഭഗവാന്റെ ഈ ഭക്തത അനുഗ്രഹ കഴിവുകൾ അത് കൂടി വരും, പുഷ്ടിപ്പെട്ടു വരും. അപ്പോൾ ആ ബ്രാഹ്മണരെ ഇപ്രകാരം നല്ലോണം അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ, സ്തുതികൾ, സൂക്തങ്ങൾ, വേദങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞപ്പോൾ അത് മംഗളാശിസായിട്ട് മാറി. നിജൈഹി, തൻ്റേതായിട്ടുള്ള ബാല്യരസൈഹി, വീണ്ടും ആ സമയത്ത് പ്രാകൃത ശിശുഭാവത്തിലാണ് ഈ ശ്രീകൃഷ്ണൻ. അപ്പോൾ ആ പ്രാകൃത ഭാവത്തെ വീണ്ടും പ്രയോഗിച്ചു. വ്രജം വിമോഹയൻ, ബാല്യരസൈഹി വ്രജം വിമോഹയൻ. ഈ പ്രാകൃതമായിട്ടുള്ള ശിശുവിൻ്റേതായിട്ടുള്ള ബാലചേഷ്ടകളെ കാണിച്ചുകൊണ്ട് അവിടെ ഈ ഉണ്ണി എല്ലാവരെയും മോഹിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ വണ്ടി പൊട്ടിയതോ അല്ലെങ്കിൽ ഈ ഉണ്ണിയുടെ ഇപ്രകാരത്തിലുള്ള ലീലയോ ഒന്നും പ്രത്യേകിച്ചൊന്നും പറ്റിയില്ല എന്നുള്ളതോ ഇതൊക്കെ വിട്ടു. വീണ്ടും ആ ഉണ്ണി ചിരിക്കണു, കളിക്കണു, കൈമാറണു, അതല്ലെങ്കിൽ മറ്റേ കിടത്തണു, അങ്ങോട്ട് നോക്കണു, ഇങ്ങോട്ട് നോക്കണു, കൈ ചെയ്യുമ്പണു, കാലിട്ടടിക്കണു, അതിനെ തലോടണു, അതിനെക്കുറിച്ച് ഉണ്ണി എന്തൊക്കെയാ ചെയ്യണം എന്നുള്ള ലീലയിലേക്ക് എല്ലാവരും മോഹിപ്പിക്കപ്പെട്ടു ഭഗവാനാൽ. അങ്ങനെയുള്ള ഭഗവാനെ ത്വം മേ രുജാം ജഹീഹി, ഭഗവാനെ അങ്ങ് എൻ്റെ ഈ എല്ലാ ക്ലേശത്തെയും ഇല്ലാണ്ടാക്കി തരണേ എന്ന് മേൽപ്പത്തൂര് പ്രാർത്ഥിച്ചു. മരുൽപുരാധീശ തതഃ തത്ര പ്രപൂജിതൈഃ ദ്വിജാദിഭിഃ വിശേഷതഃ ലംഭിതമംഗളാശിഷഃ നിജൈഃ ബാല്യരസൈഃ വ്രജം വിമോഹയൻ ത്വം മേ രുജാം ജഹീഹി. അപ്പോൾ എന്തൊരു കാര്യം വന്നാലും അവിടെയൊക്കെ ബ്രാഹ്മണർക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും കൊടുത്തും കൊണ്ടാണ് നമ്മൾ കാണുക. അത് എപ്പോഴായാലും അത് ദുഃഖം വന്നാലും അതെ, സന്തോഷം വന്നാലും അതെ, വിശേഷം വന്നാലും അതെ, എന്തെങ്കിലും സംശയം തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നമ്മളൊരു ജ്യോത്സ്യം വെച്ചു നോക്കുക, നമ്മളല്ല ഭഗവാന്റെ കഥകളായാലും അങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പോഴൊക്കെ ഈ ബ്രാഹ്മണർക്ക് ദാനാദി കാര്യങ്ങളൊക്കെ അതിൽ കാണാം. അപ്പോൾ എല്ലാ അർത്ഥത്തിലും പരംപാതി, ആത്മാനം പാതി പരംപാതി എന്നുള്ളൊരു നിയമത്തെ പാലിക്കുന്നവരാണ് യഥാർത്ഥത്തിലുള്ള ബ്രാഹ്മണർ. അപ്പോൾ ബ്രാഹ്മണരായാലും ഭക്തന്മാരായാലും ചെറിയ കുട്ടികളായാലും അതേപോലെ ഈ സ്ത്രീകൾ, സുമംഗലികളായിട്ടുള്ള സ്ത്രീകൾ, അവർ സ്വതേ അബലകൾ എന്നാണല്ലോ പറയുക. അവരിലൂടെയാണ് കുടുംബം നിലനിൽക്കുക. അപ്പോൾ അവർക്ക് വേണ്ട വസ്തുക്കളെ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഉപയുക്തമാണ്. ആ ഉപയുക്തം കൊടുക്കുമ്പോൾ ഉപയുക്തം സ്വീകരിക്കുമുണ്ടാകുന്ന ഒരു വല്ലാത്ത സംതൃപ്തി ഉണ്ട് അവർക്ക്. ആ സംതൃപ്തിയാണ് അനുഗ്രഹമായിട്ട് വരിക. അതേപോലെ ദീനരക്ഷ, ദീനർക്ക് ഇതേപോലെ എന്തെങ്കിലും കൊടുക്കുമ്പോൾ അത് അവർക്ക് ദൈന്യതയാണ്, അവർക്കൊന്നും കിട്ടാനില്ല, കിട്ടാത്ത ഒരു ഭാവത്തിലാണ് അവർ നിൽക്കുന്നത്. ആ സമയത്താണ് ഇത് കിട്ടുന്നത്. മരുന്ന് വാങ്ങാൻ കാശില്ല, മരുന്ന് കൊടുത്തു. അപ്പോൾ അവർക്ക് ആ മരുന്നിൻ്റേതായിട്ടുള്ള മൂല്യം അവർക്കുണ്ട്. അപ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമാണ്. അതേപോലെ കിടക്കണ രോഗികളാന്ന് കൂട്ടുക, അതിന് പരിചര്യകൾ ഒരാൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ആ പരിചര്യയുടെ മൂല്യം കൃത്യമായിട്ട് ഇത്രയാന്ന് പറയാൻ പറ്റില്ല. ആ സന്തോഷത്തിനുള്ള പ്രതിഫലമായിട്ട് അവരുടെ അനുഗ്രഹം തന്നെ വരിക. അത് അവരെ അനുഗ്രഹിക്കൊന്നും വേണ്ട, അത് ഭഗവാനിലൂടെ ഈ അനുഗ്രഹം അത് ചെയ്തു കൊടുക്കുന്നയാൾക്ക് കിട്ടും, ചെയ്യിപ്പിക്കുന്നയാൾക്ക് കിട്ടും. അതാണ്. അപ്പം അതാണ് ഈ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള ഈ സഹായങ്ങൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കണം. അത് ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഉപയുക്തമായിട്ടാണ് കൊടുക്കേണ്ടത്. ആവശ്യക്കാരന് ആവശ്യം എന്താണോ അത് കൊടുക്കണം. അതാണ് പാത്രം പറഞ്ഞ് കൊടുക്കുക എന്നത്. അപ്പോൾ ഇവിടെ ഈ ഭഗവാന്റെ സമൂഹത്തോടുള്ള ഈ വ്രജവാസികളോടുള്ള ദാനം ഭഗവാനാൽ കൊടുക്കപ്പെട്ടത്. ഇപ്പം എന്താണോ സംഭവിച്ചത് അതിനെ അങ്ങോട്ട്
മറന്നു, എല്ലാവരും മറന്നു. ഭഗവാന്റെ മോഹിപ്പിക്കൽ കാരണം കൊണ്ട് എല്ലാവരും അത് മറന്നു. എന്നിട്ട് പ്രാകൃത ശിശുവായിട്ട് മാറി. അപ്പോൾ ശിശുവിനെ കളിപ്പിക്കുക, അതും ആറ്റുനോരുണ്ടായിട്ടുള്ളൊരു ഉണ്ണി, അതിനെ എത്രത്തോളം ആനന്ദത്തോട് കൂടിയിട്ട് സ്വീകരിക്കാൻ സാധിക്കും, ആ ഉണ്ണിയെ സന്തോഷിപ്പിക്കാൻ, ആ ഉണ്ണിയിലൂടെ നമുക്ക് സന്തോഷം ഉണ്ടാവാൻ, അത് ഭഗവാൻ ചെയ്യിച്ചു. അപ്പോൾ ഇതൊരു ഭഗവാന്റെ വരമാണ്, അനുഗ്രഹമാണ്, ദാനമാണ്. നമ്മുടെ സാന്നിധ്യം, ആ ഉണ്ണിയോടുള്ള പെരുമാറ്റം, ഉണ്ണിയോടുള്ള ഈ എന്തൊക്കെയാണ് ലാളനാദി കാര്യങ്ങൾ കൊടുക്കുന്നത്, അത് ഒരു സമർപ്പണമാണ്. ഈ സമർപ്പണത്തിനാവണം നമ്മുടെ മനസ്സും എപ്പോഴും. അത് എല്ലാവരോടും വേണം, എല്ലാ സമയത്തും വേണം. സമഭാവനയോട് കൂടിയിട്ട് അത് ചെയ്യാൻ നമുക്ക് ഈ ശകടാസുര മുക്തി ഒരു കാരണമായി തീരട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഇപ്പം നമ്മൾ 42ാമത്തെ ദശകാണ് വായിച്ചത്. ഇനി 43ാമത്തേൽ തൃണാവർത്ത മുക്തിയാണ്. നാരായണ നാരായണ.